الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر ولله الحمد സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹുവിന്റെ മഹത്തായ നിയമ നിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വേണ്ടി ഏത് കാലത്തും പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. സഹോദരങ്ങളെ, ഒരു മാസക്കാലം നീണ്ടുനിന്ന കഠിനാധ്വാനത്തിന്റെയും വ്രതാനുഷ്ഠാനത്തിന്റെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് നാം ഏവരും ഈ മഹത്തായ വേദിയിൽ സംഗമിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യം, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു നമുക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കി ഒരു മാസക്കാലം, ആ ഒരു മാസക്കാലം നമ്മൾ എണ്ണം പൂർത്തീകരിക്കുവാൻ വേണ്ടി, ആ എണ്ണം പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഖുർആൻ പറഞ്ഞു, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു നേർവഴി കാണിച്ചു തന്നതിനും ആ ഒരു മാസക്കാലം ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുന്നതിനും പുണ്യങ്ങൾ വാരിക്കൂട്ടുന്നതിനുമെല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയതിന് അവനെ പ്രകീർത്തിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമാണ് നമ്മൾ ഇവിടെ വന്നത്. വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ അവനോട് നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി അല്ലാഹു തആല ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണിത്. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു സന്തോഷം നിലനിൽക്കുകയാണ്. ആ സന്തോഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് സന്തോഷങ്ങളിൽ ആദ്യത്തെ സന്തോഷമാണ്. ലിസ്വാലിമി ഫർഹതാനി, വ്രതമനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിക്ക് രണ്ട് സന്ദർഭങ്ങളിലാണ് അവൻ അതിയായി സന്തോഷിക്കുന്നത്. ഒന്ന്, അവൻ വ്രതം അവസാനിപ്പിക്കുന്ന വേളയിലാണ്. ഓരോ ദിവസവും വ്രതം അവസാനിപ്പിക്കുന്ന വേളയും
അതുപോലെ തന്നെ വ്രതത്തിന്റെ പരിസമാപ്തിയായി കൊണ്ടുള്ള നമ്മുടെ ഈ ഈദുൽ ഫിത്തറിന്റെ ദിനത്തിലും നമ്മൾ ആശ്വസിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, സമാധാനിക്കുകയാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ ഒരു സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. ആ സന്തോഷം ഈ ഭൂമിയിൽ വെച്ചല്ല നമുക്ക് ലഭ്യമാകേണ്ടത്, മറിച്ച് അത് ഹീന യൽഖാ റബ്ബഹു, തന്റെ നാഥനെ കണ്ടുമുട്ടുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നു നോമ്പുകാർക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നാം അനുഷ്ഠിച്ചിട്ടുള്ള ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടണം. അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ള ഓരോ കർമ്മങ്ങളും സ്വീകരിക്കപ്പെട്ടാലല്ലേ നാളെ പരലോകത്തെ റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ഈദാഘോഷത്തിന്റെ ഈ വേളയിൽ പ്രിയമുള്ളവരെ, നാം ഏറെ പ്രതീക്ഷയോടെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യം, എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകരുത്, അല്ലാഹുവേ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനക്കാണ് നമ്മൾ ഈ അവസരത്തിൽ ഒന്നാമതായി സ്ഥാനം നൽകേണ്ടത്. സ്വീകരിക്കപ്പെടാത്ത അമലുകൾ കൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് ലഭിക്കാനില്ലല്ലോ. അതുകൊണ്ട് പരലോകത്ത് സ്വീകരിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അതിന് നമുക്ക് പരലോകം വരെ കാത്തിരിക്കണമല്ലോ. ഇവിടെ അത് അറിയാൻ ഒരു സംവിധാനവും നമ്മുടെ പക്കലില്ല. മഹാനായ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ മനസ്സിലാക്കലാണ്, ഒരു കടുകുമണിയോളമെങ്കിലും എന്റെ കർമ്മം സ്വീകരിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നതാണ്. ഈ ഭൂമിയിലുള്ളതും ഭൂമിയും അതിലുള്ളതുമായ എല്ലാ സൗകര്യങ്ങളെക്കാളും ഞാനേറെ ഇഷ്ടപ്പെടുന്നത് എന്റെ ഒരു കടുകുതരിയോളമുള്ള പ്രവർത്തനമെങ്കിലും സ്വീകരിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നതാണെന്ന് ഫുദാലത്ത് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. കാരണം എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് പ്രിയമുള്ളവരെ അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ തഖ്വയോടുകൂടി ജീവിതത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ പരസ്പരം ആശംസ നടത്തുന്ന ആശംസാവാചകങ്ങളിൽ പോലും പ്രിയമുള്ളവരെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോഴും കണ്ടുമുട്ടുമ്പോഴുമൊക്കെ നമ്മൾ ആശംസിച്ചിട്ടുള്ള ആ വാചകത്തിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അത് അർത്ഥമറിഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കണം. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, മിന്നാ ഞങ്ങളിൽ നിന്നും, വമിൻകും നിങ്ങളിൽ നിന്നും. അതല്ലെങ്കിൽ തഖബ്ബലല്ലാഹു മിന്നീ വമിൻക്, എന്നിൽ നിന്നും താങ്കളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ വചനങ്ങളാണ് പ്രിയമുള്ളവരെ ആശംസാവചനങ്ങളായി പോലും ഈ സുദിനത്തിൽ നമ്മൾ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ എത്രത്തോളം നമ്മൾ നമ്മുടെ കർമ്മത്തിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി മനം നൊന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ നിന്ന് പിരിഞ്ഞാലും ഒരു മാസം നമ്മൾ അനുഷ്ഠിച്ച നമ്മുടെ കർമ്മങ്ങൾ വൃഥാവിലാവരുത് റബ്ബേ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ എന്ന് നിരന്തരമായി ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നോടെന്ന പോലെ എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ഞാൻ ചെയ്തു എന്ന തോന്നലൊന്നും നമുക്കുണ്ടായിക്കൂടാ. നമ്മൾ നമ്മുടെ മനസ്സിനെ വിനീത ഭാവത്തോടെ വളരെ വിനീതരായിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറയണം, അല്ലാഹുവേ ഒരുപാട് ചെയ്തു എന്നൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല, പക്ഷേ സാധുവായ നിന്റെ ഈ അടിമ ആവുന്നത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നീ കബൂലാക്കിയാലും നീ സ്വീകരിച്ചാലും എന്നിങ്ങനെ വളരെ വിനയത്തോടെ വേണ്ട വിധത്തിൽ പലതും നിർവഹിക്കാനാവാത്ത സങ്കടവും ദുഃഖവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, സ്വീകാര്യമായോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
തുടർന്നുള്ള ജീവിതത്തിൽ അത് കാണുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നാം മനസ്സിലാക്കുക. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും തന്റെ നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് പാപം പൊറുക്കണേ എന്ന് നാവ് കൊണ്ട് പലരും പറയുന്നു, പക്ഷേ വഖൽബുഹു അലൽ മഅസിയതി മഅഖൂദ്, അവന്റെ ഹൃദയം മുഴുവൻ പാപത്തിലേക്ക് മടങ്ങാനുള്ള ചിന്തയാണ്. അവസരം കിട്ടിയാൽ ഉടനെ തന്നെ ആ പാപത്തിലേക്ക് മടങ്ങണം എന്ന ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഫസൗമുഹു അലൈഹി മർദൂദ്, അവൻ അനുഷ്ഠിച്ച നോമ്പ് തള്ളപ്പെട്ട നോമ്പാണ്. വബാബുൽ ഖബൂലി ഫീ വജ്ഹിഹി മസ്ദൂദ്, സ്വീകാര്യത ഒരിക്കലും അവന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പരിശുദ്ധമായ റമദാനിൽ അനുഷ്ഠിച്ച ഓരോ കർമ്മങ്ങളും അത് സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം ശവ്വാൽ 1 മുതൽക്കുള്ള നമ്മുടെ ജീവിതമാണെന്ന് നമ്മൾ കൃത്യമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ വല്ലാത്ത നിയന്ത്രണമാണ് മുന്നോട്ട് വെച്ചത്. ഏത് പ്രതിസന്ധി വന്നപ്പോഴും നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട്. 1 മാസക്കാലം നമ്മൾ വല്ലാത്തൊരു നിയന്ത്രണത്തിനാണ് വിധേയരായത്. റബ്ബിന്റെ പൊരുത്തവും പ്രീതിയും ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളെല്ലാം വളരെ കൃത്യമായി തന്നെ ആ ദിവസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. എങ്ങനെയാ ഞാനും നിങ്ങളും നിയന്ത്രിച്ചത്? നാം നമ്മെ എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഇന്നീ സ്വായിമുൻ, എനിക്ക് നോമ്പാണ്, ഞാൻ വ്രതമനുഷ്ഠിക്കുന്നവരാണ്, എനിക്ക് നോമ്പാണ് ജനങ്ങളെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പ്രലോഭിപ്പിക്കല്ല, എന്നെ പ്രകോപിപ്പിക്കല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ദേഷ്യം പിടിക്കാൻ പറ്റില്ല, എനിക്ക് തിന്മയുടെ വക്താവാകാൻ പറ്റില്ല. കാരണം ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ കൺട്രോൾ ചെയ്ത് ആത്മനിയന്ത്രണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും അത് തുടരണം. ഇനി നമ്മൾ എങ്ങനെയാണ് തഖ്വയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? തിന്മകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം മുതൽക്ക് ആഗ്രഹം വരുന്നുവെങ്കിൽ ആ സമയത്ത് സ്വന്തത്തോട് പറയണം, ഞാൻ നോമ്പെടുത്ത മനുഷ്യനാണ്, ഞാൻ വ്രതമെടുത്ത മനുഷ്യനാണ്, ഞാൻ അല്ലാഹുവിന് വേണ്ടി പകലന്തിയോളം പട്ടിണി കിടന്ന മനുഷ്യനാണ്, ഞാൻ രാത്രികളിൽ ഇമാമുമാരുടെ പിന്നിൽ പോയി സുദീർഘമായി നിസ്കരിച്ച് കാലുകളയോളം നിന്ന് നിസ്കരിച്ചവനാണ്, ഞാൻ ഉറക്കമഴിച്ചവനാണ്, ഞാൻ സ്വതക്ക കൊടുത്തവനാണ്, ഞാൻ ഫിത്ർ സക്കാത്ത് നൽകിയവനാണ്, ഞാൻ ഒരുപാട് നന്മയുടെ കാര്യങ്ങളിൽ ഈ മാസത്തിൽ എന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. ആ സൂക്ഷ്മത എന്റെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് വരും കാല ജീവിതത്തിൽ ഞാനും നിങ്ങളും നമ്മെ പഠിപ്പിക്കേണ്ടുന്ന പാഠം, ഞാൻ നോമ്പെടുത്ത് ശുദ്ധിയായ മനുഷ്യനാണ്, ഇനി ചെളിക്കുണ്ടിലേക്ക്, ഇനി മാലിന്യത്തിലേക്ക് ഞാനില്ല എന്ന കൃത്യമായ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. കാരണം വിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ പരിശുദ്ധമായ കൽപ്പനകൾ അവസാനിക്കുന്നു എന്ന് ആരും മനസ്സിലാക്കരുത്. പരിശുദ്ധ റമദാൻ കർമ്മങ്ങളുടെ അവസാനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് പരിശീലനം നേടിയെടുത്ത ഈ മാസത്തിലൂടെ ഏറ്റവും പരമപ്രധാനമായ പ്രവർത്തനങ്ങളുടെ മേഖലയിലേക്ക് പുറപ്പെടാനുള്ള ദിവസങ്ങളാണ് ഇന്നു മുതൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് എന്ത് വേണം? വളരെ കൃത്യമായി നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. ജീവിതത്തിൽ മുഴുവനും സൂക്ഷ്മത വേണം. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. മരണത്തിന്റെ നേരത്ത് നമുക്ക് സമാധാനം കിട്ടാനുള്ള മാർഗമാണ് പറയുന്നത്. അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിച്ചു. സുമ്മ ഇസ്തഖാമൂ, പിന്നീട് അതിനനുസരിച്ച് തന്നെ ജീവിതത്തെ അങ്ങ് ക്രമീകരിച്ചു. ആ അർത്ഥത്തിൽ സഹോദരന്മാരെ, നമ്മൾ സമ്പൂർണമായ നിലക്കുള്ള പരിശീലനം നേടിയെടുത്തു, വ്രതമനുഷ്ഠിച്ചു, നിസ്കരിച്ചു, ഖുർആനോദി, നല്ല നല്ല കാര്യങ്ങളിൽ തന്നെ നമ്മൾ മുഴുകി. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? ജീവിതം മുഴുവൻ ശുദ്ധീകരിക്കുവാനുള്ള മാർഗത്തിന് വേണ്ടിയായിരുന്നു. അതല്ലാതെ ഒരു സീസണിൽ കാണിക്കാവുന്ന ചില പ്രത്യേകമായ ചടങ്ങുകളായിരുന്നില്ല. അത് നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പലപ്പോഴും. ഒരു സീസണൽ ഭക്തിയുടെ ഒരു പ്രത്യേകമായ സാഹചര്യം അവസാനിച്ചു കഴിഞ്ഞു, ഇബാദത്തുകളുടെ പീരീഡുകൾ കഴിഞ്ഞുപോയി, ഇനി എല്ലാം ആകാമെന്ന ഒരു ധാരണ
ധാരണയിലേക്ക് ആളുകൾ തിരിഞ്ഞു നടക്കുന്നുവോ എന്ന് ഗൗരവത്തോടെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഇബാദത്തുകൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരു സീസണിൽ മാത്രം ചെയ്യാനുള്ളതല്ല. പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഹറാം ഹലാലുകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം ഒരിക്കലും പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തിലോ ഒതുക്കാനുള്ളതല്ല. മരണം വരെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് അത് കൊണ്ടു നടക്കേണ്ടതാണ്. അല്ലാഹു പറയുന്നു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ആരാധിച്ചു കഴിഞ്ഞുകൂടണം. നിന്റെ റബ്ബിന്റെ വിധിവിലക്കുകൾ നിനക്ക് ബാധകമാണ്. റമദാനിൽ മാത്രമെന്നല്ല, പള്ളിയിലാകുമ്പോൾ മാത്രമെന്നല്ല, ഈദ്ഗാഹുകളിലാകുമ്പോൾ മാത്രമെന്നല്ല, ആളുകളുടെ കൂടെയാകുമ്പോൾ മാത്രമാണെന്നല്ല. ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വന്നെത്തുന്നത് വരെ, മരണം വരെ നമുക്ക് തഖ്വ വേണം. മരണം വരെ നമുക്ക് ഹറാമുകളോടുള്ള ഭയം വേണം. മരണം വരെ ഹലാലുകൾ ചെയ്യാനുള്ള, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രത്യേകമായ താല്പര്യം വേണം. അതേ റബ്ബാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധ റമദാനിലുണ്ടായിരുന്ന അതേ റബ്ബാന് പ്രിയമുള്ളവരെ ഇന്നും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇന്നും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും നമ്മുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്നും നമ്മുടെ വിചാര വികാരങ്ങൾ അറിയുന്നത് റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതേ റബ്ബ് തന്നെയാണ്. അതുകൊണ്ട് ആ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. പള്ളികളോട് വിട പറയരുത്. അതേ ബാങ്ക് തന്നെയല്ലേ റമദാനിൽ 5 നേരം കേട്ടാലേ ബാങ്കൊലി തന്നെയാണ്. ഇനി അങ്ങോട്ടും പള്ളികളിൽ നിന്ന് 5 നേരം മുഴങ്ങാൻ പോകുന്നത്. ആ വെളിയാളത്തിന് റമദാനിൽ ഉത്തരം കൊടുത്ത് നേരത്തെ പള്ളിയിൽ സ്ഥാനമുറപ്പിച്ച ഓ സഹോദരീ സഹോദരന്മാരെ, അതേ വിളിയാണ് ഇനിയും 5 നേരം പള്ളികളിൽ നിന്ന് മുഴങ്ങാൻ പോകുന്നത്. അവഗണന കാണിക്കരുത്. അതിനോട് പുറംതിരിഞ്ഞു നിൽക്കരുത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത വേണം. അതേ ശവ്വാൽ 1 പോലും ഇന്നത്തെ സുബഹി പോലും നിസ്കാരം കിട്ടാത്ത എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. പള്ളികളുമായി ബന്ധം മുറിക്കുന്ന, നിസ്കാരത്തോട് സലാം പറഞ്ഞ് പിരിയുന്ന, ഇസ്ലാമികമായ അച്ചടക്കത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു ദുരന്തം നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് റമദാൻ കഴിയാൻ കാത്തു നിൽക്കുന്ന ശൈത്താന്റെ ആ രൂപത്തിലുള്ള ദുർബോധനങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചോളണം. കാരണം ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സമയമായിരുന്നു റമദാൻ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു, കെട്ടുപൊട്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരായി മാറിയിരിക്കുകയാണ്. നമുക്ക് സ്വൈരവിഹാരം നടത്താം, എവിടേക്കും നമ്മുടെ കണ്ണുകളേക്കാം, എവിടേക്കും നോക്കി രസിക്കാം, എന്തും നമുക്ക് കേട്ട് ആനന്ദിക്കാം, ഏത് വേദിയിലും പോയി പങ്കെടുക്കാം, ആരുടെ കൂടെയും എന്തിന്റെ പിന്നാലെയും പോകാമെന്ന ഒരു തോന്നൽ. സഹോദരന്മാരെ, മനുഷ്യരുടെ മനസ്സുകളിലേക്ക് അവന്റെ വർഗശത്രുവായ ശൈത്താൻ കുത്തിവെക്കുന്ന, ഏറെ പ്രേരിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് മുതൽക്കുള്ള ദിവസങ്ങളെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നാം നേടിയെടുത്തതിന്റെ മുഴുവനും ബോംബ് വെച്ച് തകർക്കുന്നതിന് തുല്യമായിരിക്കുന്നത്. ഒരു മാസക്കാലം എന്തിനാ ഉമ്മമാരെ നമ്മൾ വ്രതമനുഷ്ഠിച്ചത്? എന്തിനാണ് ദീർഘനേരം നമ്മൾ ഉറക്കമൊഴിച്ച് നിസ്കരിച്ചത്? എന്തിനാണ് ഈ അവസാനത്തെ 10 ദിവസം ഉറങ്ങാതെ, പാതിരാക്കും നമ്മൾ ഉറങ്ങാതെ കാത്തുകെട്ടി കാത്തിരുന്നത്? എന്തിനു വേണ്ടിയാണ്? ആരുടെ മുമ്പിലാണ് നമ്മൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തൗബ ചെയ്തത്? ആരോടാണ് നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പറഞ്ഞത്? ഏത് ഗ്രന്ഥത്തിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ കണ്ണുനീര് വാർത്തത്? ഏത് ശബ്ദത്തിനാണ് നമ്മുടെ കാതോർത്തത്? മുഴുവൻ നന്മയുടെയും ഭക്തിയുടെയും കാര്യങ്ങളിലായിരുന്നു. അതുകൊണ്ട് ആ കണ്ണുകൾ കൊണ്ട് ഇനി ഹറാമിലേക്ക് നോക്കരുത് പ്രിയമുള്ളവരെ. പരിശുദ്ധ ഖുർആനിന്റെ പേജുകളിലേക്ക് പലതവണ നോക്കിയിട്ട് അതേ കണ്ണിന് പ്രത്യേകമായ നിലക്കുള്ള ആനന്ദം പകർന്ന നമ്മൾ നമ്മുടെ പാപത്തിന്റെ ഭാരമോർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് അല്ലാഹുവേ പുറത്തു തരണേ എന്ന് പറഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയ കണ്ണുകളാണിത്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട അല്ലാഹ് തന്നിട്ടുള്ള
നാം അവന് 2 കണ്ണുകൾ നൽകിയിട്ടില്ലയോ എന്ന് പറയപ്പെട്ട ഈ മഹനീയമായ 2 അനുഗ്രഹങ്ങളെ ഇതുവരെ നിയന്ത്രിച്ച മുസ്ലിമീങ്ങളെ, ഇന്നു മുതൽ നിങ്ങൾ ആ നിയന്ത്രണം അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് വ്യഭിചാരം നടത്തിക്കാൻ, നിങ്ങളുടെ കാതുകൾ കൊണ്ട്, ഏതാണ് നിങ്ങളുടെ കാത്? വിശുദ്ധ ഖുർആനിന്റെ ശബ്ദം നിങ്ങൾ കേട്ട് ഭക്തി കൊണ്ട് നിർഭരമായ നിങ്ങളുടെ കാതുകൾ, അത് കേട്ടുകൊണ്ട് ആനന്ദിച്ച നിങ്ങളുടെ കൽബുകൾ, ആ കാതിനെയും കണ്ണിനെയും കൽബിനെയും ഒക്കെ മലീമസമാക്കി വൃത്തികേടിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെകുത്താൻ വരവിരിക്കുന്ന ദിവസമാണിന്ന്. പല രൂപത്തിലുള്ള ഷോകളും ഉണ്ടായേക്കും, പല സ്റ്റേജ് ഷോകളും പരിപാടികളും ഒക്കെ. ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുള്ള ഓരോന്നും ചെയ്യാമല്ലോ. പക്ഷേ മുസ്ലിമീങ്ങളെ, നോമ്പെടുത്ത മുസ്ലിമേ, നിസ്കരിച്ച പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്തിനു വേണ്ടി നമ്മൾ പാടുപെട്ടു? എന്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തു? ലഅല്ലകും തത്തഖൂൻ, ഭക്തി ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു മാസക്കാലം നേടിയെടുത്ത ഭക്തി ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ആഘോഷത്തിന്റെ മറവിൽ നിങ്ങൾ കളഞ്ഞു കുടിച്ചാൽ, ആ നന്മക്ക് മുഴുവനും നിങ്ങളൊരു തിന്മയുടെ ഒരു ബൊമ്പ വെച്ച് തകർത്താൽ പോയില്ലേ എല്ലാ കർമ്മങ്ങളും? നഷ്ടമായി പോയില്ലേ പ്രിയമുള്ളവരെ? ഏതൊന്നും നിർമ്മിക്കാനാണ് നമുക്ക് ധാരാളം സമയം ആവശ്യമുള്ളത്. സംഹരിക്കാൻ, നശിപ്പിക്കാൻ സെക്കൻഡുകളെ ആവശ്യമുള്ളൂ. ഒരു മാസക്കാലത്ത് നിരന്തരമായ അധ്വാനത്തിലൂടെ നേടിയെടുത്ത തഖ്വ എന്ന് പറയുന്ന മണിമാളികളെ ഇന്നത്തെ ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിന്റെ ഒരു ചീത്തയായ പ്രവർത്തനത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയാൽ എന്തിനാണ് നമ്മൾ അധ്വാനിച്ചത്? എന്തിനാണ് നമ്മൾ കരഞ്ഞത്? എന്തിനാണ് നമ്മൾ തറാവീഹ് നിസ്കരിച്ചത്? എന്തിനാണ് നമ്മൾ ഖുർആൻ ഓതിയത്? എന്തിനാണ് നമ്മൾ പട്ടിണി കിടന്നത്? അതുകൊണ്ട് ഒരു സീസണിൽ ആ ഭക്തിയൊക്കെ ആവശ്യമായിരുന്നു. ഇപ്പോൾ സീസൺ കഴിഞ്ഞു, ഇനി എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ലഭ്യമായി എന്ന ആ ഒരു അമിതമായ ധാരണ വിശ്വാസികളെ ഒരിക്കലും നമ്മെ പിടികൂടി പോകരുത്. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തന്ന നമ്മുടെ ശരീരത്തിന്റെ നഗ്നത പ്രിയപ്പെട്ട സ്ത്രീകളെ ഒരിക്കലും പ്രദർശിപ്പിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ മാത്രം നമുക്ക് വെളിവാക്കാവുന്ന നമ്മുടെ മേനി അതൊരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്. സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിന്റെ ദിവസങ്ങളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ഉപദേശം തന്നെ അവിടുന്ന് നടത്തിയിട്ടുണ്ട്. ഗൗരവത്തോടെ ഉമ്മമാര് മനസ്സിലാക്കണം, ഇസ്ലാം എന്ന് പറയുന്ന മതം അത് സ്ത്രീകളോട് ഏറെ രൂപത്തിലുള്ള കാരുണ്യം കാണിച്ച മതമാണ്. അതെ, പെൺകുട്ടികളാണെന്നറിഞ്ഞാൽ കൊന്നു കുളിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കാൻ നിങ്ങൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. ഇന്നും നമ്മൾ വായിക്കുന്നില്ലേ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും അതാ പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തി സെൽഫി എടുക്കാൻ ഭരണാധികാരികൾ പറയുന്നത് എന്തിനാണ്? പെൺകുട്ടികളെ ഭ്രൂണഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണാണ് ഗർഭപാത്രത്തിൽ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ നശിപ്പിക്കുന്ന, കൊലക്കത്തിക്കിരയാക്കുന്ന ക്രൂരത ഇന്നും ഈ സമൂഹത്തിൽ തുടരുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന മഹനീയമായ മതം ജീവിക്കാൻ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ്. അവൾക്ക് ഏറ്റവും വലിയ ആദരവ് കൊടുത്ത മതമാണ്. അവൾക്ക് ഏറ്റവും വലിയ രൂപത്തിലുള്ള സ്ഥാനം കൊടുത്ത മതമാണ്. ഉമ്മ എന്ന നിലക്ക് അവൾക്ക് പവറുണ്ട്, മകൾ എന്ന നിലക്ക് അവൾക്ക് പവറുണ്ട്, ഭാര്യ എന്ന നിലക്ക് അവൾക്ക് പവറുണ്ട്, സഹോദരി എന്ന നിലക്ക് അവൾക്ക് പവറുണ്ട്. ഈ പവറുകളൊക്കെ നേടിക്കൊടുത്ത ഇസ്ലാം നിങ്ങളോടൊന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, പെണ്ണെ, നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം അവരുടെ ആ ശരീരത്തിന്റെ ഭംഗിയും അഴകും അവർ പ്രദർശിപ്പിക്കരുത്. ആരുടെ മുമ്പിലല്ലാതെ, അല്ലാഹു അനുവദിച്ച് തന്നിട്ടുള്ള ആളുകളുടെ മുമ്പിലല്ലാതെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്. ബോഡി ഫിറ്റ് വസ്ത്രം ധരിച്ചുകൊണ്ട്, അതേ പെരുന്നാൾ ഡ്രസ് എന്ന നിലയ്ക്ക് ലെഗിൻസ് ധരിച്ചു പുറത്തിറങ്ങുന്ന പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. ടൈറ്റ് ഫിറ്റ് വെറുതെ ഇടുന്നവരുണ്ട്, ബോഡി ഫിറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നവരുണ്ട്. ശരീരത്തിന്റെ എല്ലാ അംഗലാവണ്യവും മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വേണ്ടി അവരുടെ കാമക്കണ്ണുകൾക്ക് കൊത്തിവലിക്കാൻ വിട്ടുകൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആനായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ആ സ്വർഗത്തിന്റെ മണം പോലും ആ സ്ത്രീകൾക്ക് നിഷിദ്ധമാകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഞാൻ എന്റെ സഹോദരിമാരോട് ഉണർത്തി എന്ന് മാത്രം. പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് നൽകിയ ഇസ്ലാം എന്ന ഈ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കരുത്. കാരണം
അല്ലാഹു നമുക്ക് ഏറെ അനുഗ്രഹം ചൊരിഞ്ഞു തന്ന ശരീഅത്തും മതസംഹിതവും നിയമവുമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനോടൊരിക്കലും അതിന്റെ ഒരു നിയമങ്ങളോടും നമുക്ക് പുച്ഛം തോന്നരുത്. ആര് നമ്മെ പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും ഇസ്ലാം അനുശാസിക്കുന്ന നിലക്കുള്ള പാർത്ത ധരിച്ചുകൊണ്ടല്ലാതെ പ്രിയമുള്ളവരെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് ഇന്നത്തെ ദിവസത്തിലും എന്ന് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആഘോഷം എന്ന് പറയുമ്പോൾ ലഹരിയാണ് പലയിടത്തും അതിന്റെ ഏറ്റവും വലിയ മേമ്പൊടി എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ മുഴുവനും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ മുഴുവനും അത് ബഹുദൈവാരാധനകളിൽ അധിഷ്ഠിതമാണ്, അതുപോലെ തന്നെ അനാചാരങ്ങളിൽ അധിഷ്ഠിതമാണ്. അതേ അവസരത്തിൽ ഇസ്ലാമിന്റെ രണ്ടാഘോഷങ്ങളും ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും പ്രിയമുള്ളവരെ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച് തന്നത് അവനെ സ്തുതിക്കാനും അവനെ വാഴ്ത്താനും അവനെ മഹത്വപ്പെടുത്താനും വേണ്ടിയാണ്. ആ മഹത്വപ്പെടുത്തുന്ന തക്ബീർ ധ്വനികളാണ് ഇതുവരെയും നമ്മൾ മുഴക്കിക്കൊണ്ടിരുന്നത്. ആ തക്ബീർ ധ്വനികളോട് നമ്മൾ കൂറുപുലർത്തണം. അല്ലാഹു അക്ബർ എന്നല്ലേ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, എനിക്ക് എല്ലാവരേക്കാളും വലുത് അല്ലാഹുവാണ്, എന്റെ ഇഷ്ടത്തെക്കാൾ എനിക്ക് വലുത് അള്ളയാണ്, എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും എനിക്കിഷ്ടം എന്റെ റബ്ബിനെയാണ്, ആ റബ്ബയച്ച റസൂലിനെയാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹു അക്ബർ അതെന്റെ ജീവിതത്തിൽ മുഴുവനും മുഴങ്ങേണ്ട തക്ബീർ ധ്വനിയാണ്. അത് പെരുന്നാളിന്റെ അന്ന് മാത്രം ഉൾക്കൊള്ളേണ്ട ആശയമല്ല. എന്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ സ്ഥാനം നൽകുന്നത് അല്ലാഹുവിനാണ്. അല്ലാഹുവിന്റെ ഒരു നിയമവും മറ്റുള്ളവരുടെ നിയമങ്ങളും ഏറ്റുമുട്ടുമ്പോൾ ഞാൻ അല്ലാഹുവിന്റെ നിയമത്തിനാണ് മുൻഗണന കൊടുക്കുക എന്ന പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ വാഴ്ത്തുന്നതിലൂടെ അവരെ പുകഴ്ത്തുന്നതിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വിരുദ്ധമായ വിഘാതമായി നിൽക്കുന്ന ഒരാഘോഷ രീതിയും നമുക്കുണ്ടായിക്കൂടാ. ലഹരി നുണഞ്ഞാൽ പലപ്പോഴും പലരും ആസ്വദിക്കാൻ തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള ആഘോഷ ദിവസങ്ങളിലൂടെയാണ്. ഒരു ലഹരിക്ക് വരാൻ പെട്ടെന്നൊരു ദിവസം അടിമപ്പെടാനല്ല, ഇതുപോലെ ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ പ്രലോഭനത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു കവിൾ മദ്യം അകത്താക്കുന്നു, ഒരു പുകച്ചുള്ളവൻ ആസ്വദിക്കുന്നു, അതിലൂടെ തിന്മയുടെ വാതായനങ്ങളുടെ ലോകത്തേക്ക് അവൻ കൂപ്പുകുത്തുകയാണ്. ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്ത് പിന്നെ അമ്മയും ഉമ്മയും പെങ്ങളുമൊന്നും വ്യത്യാസമില്ല. ഏത് നിഷ്ഠൂര കൃത്യവും അവന് ചെയ്യാൻ മടിയുണ്ടാവില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കുന്നില്ലേ, ഈ മഹനീയമായ പരിശുദ്ധമായ ഈ കഴിഞ്ഞ റമദാനിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു മകൻ ഒരു ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. ഒരു മാപ്പിള മകൻ, ഒരു മുസ്ലിം പേരുള്ള മകൻ തന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. ഏത് സമയത്താ കൊലപ്പെടുത്തിയത്? വിശുദ്ധ റമദാനിന്റെ നട്ടുച്ചക്ക്. എന്താണ് അവൻ ഉമ്മയെ കൊലപ്പെടുത്താൻ കാരണം? മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലേക്ക് കയറി വന്ന അവൻ ഉമ്മയോട് ചോറ് ചോദിക്കുകയാണ്. ഉമ്മ അവന് ഭയത്തോടുകൂടെ ചോറ് വിളമ്പിക്കൊടുത്ത ചോറിന് വേവുപോരാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എടുത്ത് ആ പ്രിയപ്പെട്ട മാതാവിന്റെ നെഞ്ചകത്തിലേക്ക് കഠാര കുത്തി കയറ്റിയിട്ട് തലക്കടിച്ച് മൃഗീയമായി കൊന്ന് വിശുദ്ധ റമദാനിന്റെ ആ ഒരു പകൽ സമയത്ത് ഒരു ഉമ്മയെ ഒരു പൊന്നുമോൻ കൊലക്കത്തിക്ക് ഇരയാക്കിയെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവന്റെ സിരകളിലൂടെ ഒഴുകുന്ന മദ്യമായിരുന്നു, ലഹരിയായിരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ നാം കൂട്ടിച്ചേർത്ത് വായിക്കുക. ലഹരിയുടെ ലോകത്തേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. അതുപോലെ തന്നെ വഴിവിട്ട ബന്ധങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സമൂഹം വളരെ ശ്രദ്ധിക്കുക. അനാവശ്യമായ കാര്യങ്ങളിലൂടെ ചിന്തിച്ച് അത് കണ്ടാസ്വദിച്ച് പലതിന്റെയും പിറകെ പോയിട്ടതാ, പലരുടെയും പിറകെ നമ്മുടെ പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോകാനുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ദീൻ എന്ന് പറയുന്ന ആശയം നമ്മുടെ പെൺമക്കൾക്കും ആൺമക്കൾക്കും നൽകാത്തതിന്റെ ദുരന്തം ഇന്ന് മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും കൂടെ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ അപമാനമായി മാറുകയാണ് നമുക്ക്. എന്തേ കാരണം? പടച്ച റബ്ബിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല അവരോട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ആശയം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. മോനെ
മോളെ, മാതാപിതാക്കൾ ഉറങ്ങിയാലും ലോകം മുഴുവൻ കിടന്നുറങ്ങിയാലും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സർവ്വലോക പരിപാലകനായ അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ കണ്ണുകൾ ഉറങ്ങുകയില്ല മക്കളെ. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല എന്ന് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്കുണ്ടാകണം. നീ എവിടെയാണെങ്കിലും നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കണ്ണുകളുണ്ട്. സർവ്വലോക പരിപാലകനായ റബ്ബ്, എല്ലാം കാണുന്ന റബ്ബ്, എല്ലാം കേൾക്കുന്ന റബ്ബ്, എല്ലാം അറിയാവുന്ന റബ്ബ്. ആ ധാരണ നമ്മുടെ പൊന്നു മക്കൾക്കും നമുക്കും ഉണ്ടായാൽ പ്രിയമുള്ളവരെ, ഒരു പിശാചിനും നമ്മെ വഴിതെറ്റിക്കാനും പ്രലോഭിപ്പിച്ച് തിന്മയുടെ ചെളിക്കുണ്ടിലേക്ക് കൊണ്ടുപോകാനും സാധ്യമാവുകയില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സഹായമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതാണല്ലോ നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷക്കൊത്ത് നമ്മൾ വളരേണ്ടതുണ്ട്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കാനാണ് അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ അല്ലാഹു സഹായിക്കും, ഈമാനുള്ളവരെ അല്ലാഹു സഹായിക്കും. അല്ലാഹുവിന്റെ സഹായം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണമെങ്കിൽ അവനേറെ വെറുക്കുന്ന പാപങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. ഒരിക്കലും പൊറുക്കില്ലെന്ന് അവൻ പറഞ്ഞിട്ടുള്ള മഹാപാതകമായ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ നോക്കണം. അല്ലാഹു പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ സൃഷ്ടാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവന്റെ മുമ്പിൽ മാത്രമേ വണങ്ങാനും നമിക്കാനും പാടുള്ളൂ എന്ന കൃത്യമായ ഉത്ബോധനം നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മൾ പകർന്നു കൊടുക്കണം. എന്തിന്റെ പേരിലും സൃഷ്ടികളെ നമ്മൾ പൂജിച്ചുകൂടാ. സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചു കാണുമ്പോ സൂര്യന്റെ മുമ്പിൽ ഒരു നിസ്കാരം, ചന്ദ്രനെ കാണുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു വണക്കം, അതുപോലെ തന്നെ തീ കണ്ടാൽ, വിളക്ക് കണ്ടാൽ, അഗ്നി കണ്ടാൽ അതിന്റെ മുമ്പിൽ ഒരു വണക്കം ഇല്ല. ഒരു സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ. എല്ലാം അറിയാവുന്ന നാഥനെ മാത്രമേ വണങ്ങിക്കൂടൂ. ആകാശഭൂമികളിലുള്ള മുഴുവൻ രഹസ്യങ്ങളും അറിയാവുന്ന, രഹസ്യ പരസ്യങ്ങൾ ഒരുപോലെ അറിയാവുന്ന ഒരു ശക്തിയെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവരെ മാത്രമേ നമ്മൾ ആരാധിക്കുവാൻ പാടുള്ളൂ. സൂര്യനെ ആരാധിച്ചുകൂടാ, ചന്ദ്രനെ ആരാധിച്ചുകൂടാ. ഏത് വിനോദത്തിന്റെ പേരിലാണെങ്കിലും, ഏത് കായിക പരിശീലനത്തിന്റെ പേരിലാണെങ്കിലും, ഏത് വ്യായാമത്തിന്റെ പേരിലാണെങ്കിലും സൂര്യ നിസ്കാരം നടത്തിക്കൂടാ. ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമ്മൾ പൂജ അർപ്പിച്ചുകൂടാ. ഒന്നിനെയും മുമ്പിൽ നമ്മൾ വണങ്ങിക്കൂടാ. അഗ്നി നമുക്ക് ദേവനല്ല, അഗ്നിയെ നമുക്ക് പൂജിക്കാനുള്ളതല്ല, അമ്പകാരത്തിലുള്ളതാണ്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയും ഒരു അനുഗ്രഹമാണ് തീ എന്ന് പറയുന്നത്. ആ അനുഗ്രഹങ്ങൾ നൽകിയ നാഥനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവന്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. അത് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, തൗഹീദിനെ സംബന്ധിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ നടക്കണം. ഗൈറുള്ളവരോടുള്ള പ്രാർത്ഥന ഒരിക്കലും ഉണ്ടായിക്കൂടാ. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അത്യന്തം ഗുരുതരമായ പാതകങ്ങളിലേക്ക് ആളുകൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, സർവ്വലോക പരിപാലകനായ നാഥൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഈദ്ഗാഹിലും നമ്മൾ ഇതുവരെ മുഴക്കിയ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന പ്രഖ്യാപനത്തിലൂടെ പ്രിയമുള്ളവരെ നമ്മൾ മുഴക്കിയത് അതേ ആദർശമായിരുന്നു. അതുകൊണ്ട് സർവ്വലോക പരിപാലകനായ റബ്ബിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക, മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കുക. അവനെ മാത്രം ആരാധിക്കുക, മറ്റാരെയും ആരാധിക്കാതിരിക്കുക. ഈ കണിശമായ കൃത്യമായ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവന്റേതായ ആദർശത്തെ നിലനിർത്തേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിലതാ മതത്തിന്റെ സൗഹാർദ്ദങ്ങളുടെ പേര് പറഞ്ഞ്, മതസൗഹാർദ്ദങ്ങളുടെ പേര് പറഞ്ഞ് പ്രിയമുള്ളവരെ ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. മതസൗഹാർദ്ദം മതസൗഹാർദ്ദം എന്ന പേരിട്ടുകൊണ്ട് ഫലത്തിൽ ഇവിടെ നടക്കുന്നത് മതലയനമാണ്. വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കുകയാണ്. പ്രിയമുള്ളവരെ, മതസൗഹാർദ്ദം സാധ്യമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ് ഇവിടെ വേണ്ടത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ആരും ബുദ്ധനും ജൈനനും ആരുമാവട്ടെ, മനുഷ്യരൊക്കെ പരസ്പരം സ്നേഹിക്കണം. അതേ അവസരത്തിൽ എന്റെ ദീൻ എനിക്ക് വിലപ്പെട്ടതായിരിക്കണം. അവരവരുടെ ദീൻ അവരവർ അനുഷ്ഠിച്ചോട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. പക്ഷേ എന്റെ മതത്തിന്റെ ആദർശങ്ങളുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് അന്യരുടെ സംസ്കാരങ്ങൾ നമ്മൾ വായ്പുണരരുത്. അത് മതേതരത്വത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും നമ്മുടെ ആദർശത്തെയും വിശ്വാസത്തെയും കറകളഞ്ഞ് നമ്മുടെ തൗഹീദിനെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആദർശങ്ങളെയും നമ്മൾ ബലികഴിക്കരുത്. അതുകൊണ്ട് അത് ബലികഴിച്ചുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദം ഇസ്ലാമിലില്ല.
അതേ അവസരത്തിൽ മാനവ സമൂഹത്തിന്റെ മുഴുവനും ഇടയിലുള്ള സൗഹാർദ്ദം അത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമികമായ ആശയങ്ങളിൽ നിന്ന് ആരും തന്നെ തെറ്റിപ്പോകരുത്. എന്താ അതൊക്കെ ചെയ്താൽ കുഴപ്പം, അതൊക്കെ ചെയ്യലല്ലേ മതേതരത്വം, അതൊക്കെ ചെയ്താലല്ലേ ലോകത്ത് ഐക്യം പേരുകയുള്ളൂ എന്ന് ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. ഇസ്ലാമിനെ കുറിച്ച് ശരിയായ പഠനങ്ങൾ നമ്മൾ നടത്തണം. അപ്പോൾ നമുക്ക് ഗൗരവത്തോടെ ബോധ്യമാകും അഡ്ജസ്റ്റ്മെന്റ് പാടില്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെ, അഡ്ജസ്റ്റ്മെന്റ് അനുവദിക്കപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയെന്ന്. അത് വേർതിരിച്ചറിയാൻ മുസ്ലിം സമൂഹമേ എന്നോടെന്ന പോലെ നിങ്ങളോട് ഗൗരവത്തോടെ പഠനങ്ങൾ നടത്തലേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മതത്തിന്റേതായ കർമ്മങ്ങൾ കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് മുദ്രകുത്തപ്പെടുന്ന ഖേദകരമായ ഒരവസ്ഥ ഇന്ന് രാജ്യമെമ്പാടും നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ, ഇസ്ലാം അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ള അനുഷ്ഠാന മുറകൾ, ഇസ്ലാം പാലിക്കാൻ പറഞ്ഞിട്ടുള്ള ജീവിതത്തിന്റെ നിഖില മേഖലകളിലുമുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസൽമാനെ പിന്തിരിപ്പനായി, അവൻ തീവ്രവാദിയായി ചിത്രീകരിക്കപ്പെട്ടുകൂടാ. ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിക്കൂടാ. അതേ അവസരത്തിൽ ലോകത്തിന് കാണുന്ന മറ്റൊരു പ്രവണതയുമുണ്ട്. ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങളെ ശരിക്കും മനസ്സിലാക്കാത്ത പല ആളുകളും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ, ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ലോകത്ത് സ്ഫോടനം നടത്താൻ അവർ ആയത്തോതി ആഹ്വാനം ചെയ്യുന്നുണ്ട്, ബോംബ് വെച്ച് തകർക്കാൻ ആയത്തോതി ആഹ്വാനം ചെയ്യുന്നുണ്ട്, ഹദീസുകൾ ഓതി മനുഷ്യരെ ജാഗരം കൊള്ളിച്ചിട്ട് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിലും പള്ളികളിലും ബോംബ് വെക്കാനുള്ള ആഹ്വാനങ്ങൾ നടത്തുന്ന ദുശക്തികളുണ്ട്. അത്തരത്തിലുള്ള ഭീകരവാദികളെ, അത്തരത്തിലുള്ള നശീകരണവാദികളെ പ്രമാണങ്ങളുടെ പിൻബലത്തിൽ പിടിച്ചുകെട്ടാൻ കരുത്തുള്ളവരായി മുസ്ലിം സമൂഹം ഉയരേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്ന പവിത്രമായ പദത്തെ അന്യഥാ വ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലോകത്ത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന, താവേറുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുശക്തികളോടും നമുക്ക് കഠിനമായ വെറുപ്പാണ്. നാം അവരോട് കൃത്യമായി മാനസികമായും എല്ലാ നിലക്കും നമ്മൾ അവരോടുള്ള വെറുപ്പാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാം ക്രൂരമാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്കുള്ള ഇസ്ലാമിനെതിരെ നടത്തുന്ന ഈ ഒളിയമ്പുകൾ, ഈ ജിഹാദുകൾ, ഈ ചാവേറുകൾ, ഈ ദുശക്തികൾ ലോക സമാധാനത്തെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ പിടിച്ചുകെട്ടാൻ ലോകത്തുള്ള സമാധാനത്തിന്റെ വാദികൾ മുഴുവനും ഒന്നിച്ചണിനേരേണ്ടുന്ന ഘട്ടമാണിത് പ്രിയമുള്ളവരെ. അത് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. അതേ അവസരത്തിൽ നേരത്തെ പറഞ്ഞത് മറക്കരുത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അതിൽ കണിശത പുലർത്തുന്നവരെ, വെറുതെ നിരപരാധികളായ അവരെ തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിക്കാനും നാം തയ്യാറാവരുത്. പീഡിപ്പിക്കപ്പെടുന്ന ജനതയുടെ കൂടെ നമ്മുടെ മനസ്സുണ്ടാകണം. ഒരുപാട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദയനീയമായ മുഖങ്ങൾ നമ്മൾ മീഡിയകളിലൂടെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം വെറുതെ അത് ചർച്ച ചെയ്യേണ്ടവരല്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥന, നമ്മുടെയൊക്കെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന ദുർബലരായ ജനങ്ങൾക്ക് അല്ലാഹുവേ നീ വിജയം നൽകണേ എന്നും അവരുടെ കണ്ണീരൊപ്പാൻ നാഥാ നിനക്കേ കഴിയൂ എന്നും പറഞ്ഞുകൊണ്ട് മനമൊഴി നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അനാഥ കുട്ടികൾ ലോകത്തെമ്പാടുമുണ്ട്. കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, വിധവകളുണ്ട്, അഗതികളുണ്ട്. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണു തുറന്നു നോക്കാൻ തയ്യാറായാൽ നാം ഏവരും ഈ പ്രവാസ